ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ്. 2020 എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ഇതിനു മുമ്പും 2020 പല വീടുകളും വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് നമുക്ക് എൻക്വയറീസ് ഇപ്പം വരുന്ന സ്ഥലമാണ് കാക്കനാട് ഭാഗങ്ങൾ, അതുപോലെ തന്നെ കിഴക്കമ്പലം 2020 ഞാൻ എല്ലാ വീഡിയോകളും എടുത്ത് തന്നെ പറയാറുള്ളതാണ്. നമുക്ക് വളരെ പീസ്ഫുൾ ആയിട്ടും നല്ല രീതിയിലൊക്കെ ജീവിക്കാൻ പറ്റിയ ശാന്തസുന്ദരമായ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് കിഴക്കമ്പലം എന്ന് പറയുന്നത്. കിഴക്കമ്പലത്തുള്ള ഈ ഒരു സ്ഥലത്തിന്റെ എക്സാക്ട് പേരെന്ന് പറയുന്നത് ചേലക്കുളം എന്നാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഏകദേശം ഒരു 5ഓളം വില്ലകളാണ് നമ്മളിത് പരിചയപ്പെടുത്തുന്നത്. അതിനകത്തൊരു 4 വില്ലകൾ നമുക്ക് ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം പലതും ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. 5ാമത്തെ ഒരു വില്ലയാണെങ്കിലും അണ്ടർ കൺസ്ട്രക്ഷനിലൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു മെയിൻ റോഡിൽ നിന്നും, അതായത് ബസ് റൂട്ടിൽ നിന്നൊക്കെ ഈ കാണുന്ന ഒരു വീട്ടിലേക്ക് വെറും വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമാണ് ഉള്ളത്. നമുക്കൊരു 200 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വില്ലകളിലേക്ക് മെയിൻ റോഡിൽ നിന്നൊക്കെയുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഷോപ്പുകളിലേക്കൊക്കെ പോകാനാണെന്നുണ്ടെങ്കിലും ബസ് കയറാനും ഒക്കെ വളരെ ഈസി ആയിട്ട് മെയിൻ റൂട്ടിലേക്ക് എത്താവുന്ന ഒരു സ്ഥലത്താണ് ഈ കാണുന്ന 5 വില്ലകളും സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് മെയിൻ റോഡ് കഴിഞ്ഞാൽ ഈ കാണുന്ന വില്ലകളിലേക്കൊക്കെയുള്ള സ്ഥലം ഇതുപോലെ റോഡ് വന്നിട്ട് നല്ല രീതിയിൽ ഭംഗിയുള്ള ടൈലുകളൊക്കെ വിരിച്ചിട്ടാണ് നീറ്റ് ആക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണാം, ഇവിടെ അത്യാവശ്യത്തിന് ചുറ്റിനുമൊക്കെ ആണെങ്കിലും വീടുകൾ കാണാം. പുതിയ വീടുകളുടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് വർക്ക് കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു വില്ല പ്രൊജക്ട് തന്നെയായിരിക്കും ഈ കാണുന്നത്. അപ്പൊ ഈ കാണുന്ന 5 വില്ലകൾ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ടാവും. നമുക്കിതിനകത്ത് എല്ലാ വില്ലകളും കാണിക്കുമ്പോഴേക്കും നമ്മുടെ വീഡിയോ ലെങ്തി ആവുന്നതുകൊണ്ട് നമുക്ക് ഒരു വില്ല പരിചയപ്പെടാം. ഏകദേശം സെയിം ലാൻഡ് അളവുകളിൽ തന്നെയാണ് ഈ കാണുന്ന വീടുകളെല്ലാം തന്നെ പണിതിരിക്കുന്നത്. ചെറിയ ചെറിയ സ്ക്വയർ ഫീറ്റിന്റെ വ്യത്യാസങ്ങൾ മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് റേറ്റിലും ചെറിയ വ്യത്യാസങ്ങളാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ലാൻഡ് അളവ്, സ്ക്വയർ ഫീറ്റ്, എത്ര റേറ്റിലാണ് ഈ കാണുന്ന വില്ലകൾ ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണുക. ഈ വീടിന്റെ ഗേറ്റ് മതിലൊക്കെ നിങ്ങൾ കണ്ടു. ഭംഗിയായിട്ട് തന്നെയുള്ള ഡിസൈനുകളോട് കൂടിയിട്ടാണ് ഗേറ്റ് മതിലൊക്കെ ചെയ്തിരിക്കുന്നത്. ഗേറ്റ് മതിലിന്റെ മെയിൻ പില്ലറുകളിലൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഷോലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ കുറച്ച് ഭംഗിയുള്ള വർക്കുകൾ GS സ്ക്വയർ ട്യൂബിന്റെ നമുക്ക് ഈ മതിലിൽ ചെയ്തിരിക്കുന്നതായി കാണാം. ഗേറ്റ് വന്നിട്ടാണെങ്കിൽ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലും മറ്റേ ഗേറ്റ് നമുക്ക് 2ആയിട്ട് ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ കണ്ടു. നല്ല ഭംഗിയായിട്ടും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനുകളിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. യൂസ് ചെയ്തിരിക്കുന്ന പെയിന്റ് ആണെങ്കിൽ നമുക്ക് കാണാം ഒരു വൈറ്റ് കളറും ചെറിയൊരു ഡിസൈനർ ബിസ്ക്കറ്റ് ഷെയ്ഡും കൂടെ വരുന്ന ടൈപ്പ് ഒരു കളർ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കളറാണ് പെയിന്റിനായിട്ട് അവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വീട് കംപ്ലീറ്റ് ആയിട്ട് ഭംഗിയുള്ള LED ലൈറ്റുകളൊക്കെ ഇട്ട് നല്ലൊരു എലിവേഷനോട് കൂടി തന്നെയാണ് ഈ വീടിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ലാൻഡ് എന്ന് പറയുന്നത് 4.8 സെന്റ്, 4,800 സെന്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഏകദേശം 5 സെന്റ് അടുത്തായി. അപ്പൊ 5 സെന്റിൽ ഒരു വീട് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സ്പേഷ്യസ് ആയിട്ടായിരിക്കും. അവിടെ കാറ് പാർക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിലും അതിന്റെ റൂമുകളുടെ വലിപ്പം എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒട്ടും കൺജസ്റ്റഡ് അല്ലാതെ നല്ല സ്പേഷ്യസ് ആയിട്ടായിരിക്കും ഈ കാണുന്ന വീട് ഇരിക്കുന്നത്. നമ്മൾ മെയിൻ ഗേറ്റ് തുറന്ന് വീടിനകത്തേക്ക് നേരെ കയറുന്ന സമയത്ത് നമുക്ക് അവിടുത്തെ കാർ പോർച്ച് കാണാം. കാർ പോർച്ചിനകത്ത് അത്യാവശ്യം ഒരു വലിയ കാർ തന്നെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. കാർ പോർച്ചും അതിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കിയാൽ കാണാം കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ എല്ലാം തന്നെ ടൈലുകളൊക്കെ പാകിയിട്ട് അതിനിടയിലെല്ലാം ഗ്രാസ് ഒക്കെ വിരിച്ച് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു ഏരിയ അവർ ചെയ്തിരിക്കുന്നത്. കാർ പോർച്ചിന്റെ സൈഡിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഭാഗത്താണെങ്കിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെടികളൊക്കെ നടാനായിട്ടുള്ള സ്പേസ് ഒക്കെ സെപ്പറേറ്റ് കെട്ടിയുണ്ടാക്കിയിട്ട് അവിടെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയാക്കിയിട്ടാണ് ആ ഒരു ഏരിയ അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു മെയിൻ കാർ പോർഷനകത്തപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു വലിയ കാറാണ് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം അതുപോലെ തന്നെ നമുക്ക് ഈ വീടിന്റെ സൈഡുകളിലേക്കുള്ള സ്പേസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പം നമ്മുടെ ഈ പോർച്ചിന്റെ സൈഡിലൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം വീടിന്റെ ബാക്ക് സൈഡിലേക്ക് പോകാനുള്ള സ്പേസ് ആണ് ആ കാണുന്നത്. ബാക്ക് സൈഡിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു ടൈലുകളുടെയൊക്കെ ഒരു ഏരിയ കഴിഞ്ഞാൽ ബാക്കി ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ബേബി മെറ്റൽസ് ആണ് വിരിച്ചിരിക്കുന്നത്.
അപ്പോൾ ഈ വീടിന്റെ ചുറ്റിനും നമുക്ക് ഒരാൾക്ക് നടന്നു പോകാൻ, 2 പേർക്ക് നടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് അവർ ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. മെയിൻ ആയിട്ട് ഈ വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്, വെസ്റ്റ് സൈഡിലേക്കാണ് ഈ വീടിന്റെ ദർശനം വരുന്നത്. നമ്മൾ ഈ ഒരു സൈഡ് കണ്ടു, ഞാൻ പറഞ്ഞു ഇവിടെ നമുക്കൊരു വലിയ കാറിന് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഈ ഒരു ഓപ്പൺ സ്പേസിൽ നമുക്കൊരു വലിയ കാറിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ടോട്ടൽ 2 കാറുകൾക്ക് യാതൊരു കൺജഷനും കൂടാതെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. അതുകൂടാതെ 2 വീലറുകളൊക്കെ വയ്ക്കാനായിട്ട് നമുക്ക് ധാരാളം സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്താണെങ്കിലും ഇവിടെ എല്ലാം നിറയെ ഭംഗിയായിട്ട് ചെടിച്ചട്ടികളിലൊക്കെ നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വീടിന്റെ ഈ ഒരു ഭാഗത്താണെങ്കിലും സെപ്പറേറ്റ് കുറച്ച് ഏരിയ ഒക്കെ കെട്ടിയുണ്ടാക്കിയിട്ട് അവിടെയും ചെടികൾ പിടിപ്പിച്ചിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്കുള്ള വഴി നിങ്ങൾ കണ്ടു, അവിടെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ അവർ ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. അവിടെയൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ, ഒട്ടും കൺജസ്റ്റഡ് അല്ല, ആളുകൾക്ക് നല്ല രീതിയിൽ കടന്നു പോകാനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ കാർ പോർച്ചിലാണെങ്കിലും EV വെഹിക്കിൾസ് ഒക്കെ ചാർജ് ചെയ്യാനായിട്ട് ചാർജിങ് പോയിന്റും കൊടുത്തിട്ടുണ്ട്. കാർ പോർച്ചിന്റെ ഏരിയയിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ലൈറ്റുകളൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടൊക്കെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആണ് സിറ്റ് ഔട്ട്. നമുക്ക് 2-3 ചെയറുകൾ ഇടാവുന്ന സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇതിന്റെ ഫ്ലോർ വന്നിട്ടാണെങ്കിലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നത് വീടിന്റെ മെയിൻ എൻട്രൻസ് ആണ്. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഈ ഒരു മോഡലിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 2ആയി തുറക്കാവുന്ന 2 പീസ് ആയിട്ടുള്ള ഒരു ഡോറാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഡോർ തുറന്നു നേരെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു പാസേജ് പോലെ കാണാം. പാസേജിന്റെ മുകൾ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ തന്നെ റൂഫിലൊക്കെ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. വീടിനകത്തേക്ക് കയറിയിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ്. നമുക്ക് TV ഒക്കെ വെക്കാനുള്ള TV യൂണിറ്റിനുള്ള സ്പേസ് ആ ഭാഗത്താണ്. അവിടെ ഇരിക്കുന്ന സമയത്ത് TV കാണാനൊക്കെ നല്ല ഡിസ്റ്റൻസ് നമുക്ക് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് TV യൂണിറ്റ് അവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം നിറയെ വിൻഡോസ് വരുന്നുണ്ട്. ഒരുപാട് ഓപ്പണിംഗ് ആണ് ഈ ഒരു ഭാഗത്ത്, ഈ ഒരു ലിവിംഗ് ഏരിയയിൽ അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ TV യൂണിറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം ഭംഗിയായിട്ടും എന്നാൽ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് ക്ലോസ് ചെയ്യാവുന്നതും ഓപ്പൺ ചെയ്ത് വെക്കാവുന്നതുമായിട്ടുള്ള ഡ്രോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ അതിനിടയിലെല്ലാം ഷെൽഫ് ഫെസിലിറ്റികളുടെ ഇടയിലെല്ലാം തന്നെ LED സ്ട്രിപ്പ് ഒക്കെ ഇട്ട് ഭംഗിയാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൂമിന്റെ റൂഫിലാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. നമുക്ക് ഈ ലിവിംഗ് റൂമിലേക്കുള്ള എൻട്രൻസ് ആണ് നിങ്ങൾക്ക് കണ്ടറിയാം. നല്ല രീതിയിൽ വുഡൻ വർക്കുകളൊക്കെ ചെയ്തിട്ട് LED ലൈറ്റുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ കയറി വന്ന പാസേജ് കാണുന്ന ഈ ഭാഗമാണ്. ഇവിടെ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് നടന്നു പോകുന്ന സമയത്ത് നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഏകദേശം ഒരു 7 പേരെ വരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് നമുക്ക് ഡൈനിങ് ഏരിയയിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തു നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് 3 വിൻഡോസ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്നിട്ടാണ് നമുക്ക് കിച്ചണിലേക്ക് പോകാനുള്ള എൻട്രൻസ് നിങ്ങൾക്ക് കാണാം. അതുകൂടാതെ ഇവിടെ നിന്ന് നമുക്ക് പിന്നീട് കിട്ടുന്നത് 2 ബെഡ്റൂമുകളിലേക്ക് പോകാനുള്ള വഴിയാണ്. അപ്പോൾ ഇവിടുത്തെ വാഷ് ബേസിൻ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ജാഗ്വാറിൻ്റെയാണ് വാഷ് ബേസിൻ ചെയ്തിരിക്കുന്നത്. അതിരിക്കുന്നത് ഗ്രാനൈറ്റ് വെച്ചിട്ടുള്ള ഒരു പീസിനകത്താണ്. ഇത് സെപ്പറേറ്റ് ഒരു ഏരിയയിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന് ചുറ്റിനുമാണെന്നുണ്ടെങ്കിലും വുഡൻ വർക്കുകൾ വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഇതുപോലെ ഗോൾഡൻ കളറിലുള്ള കുറച്ച് വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് വാഷ് ബേസിൻ അവിടെ വച്ചിരിക്കുന്നത്. താഴെയാണെങ്കിലും നമുക്ക് ഒരുപാട് കബോർഡ് ഫെസിലിറ്റികളൊക്കെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഡൈനിങ് ഏരിയയുടെ മുകളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരുപാട് വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടാണ് ഇതിന്റെ ഏരിയ മനോഹരമാക്കിയിരിക്കുന്നത്. അതുകൂടാതെ ഈ ഒരു ഡൈനിങ്ങിന്റെ ഒരു പോർഷനിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് നേരെ മുകളിലേക്ക് നോക്കിയാൽ കാണാം ഡൈനിങ് ഏരിയയുടെ ഒരു പോർഷൻ ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് വീടിന്റെ ടോപ്പ് എൻഡ് ആണ് വിസിബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമുക്കിനി കിച്ചണും 2 ബെഡ്റൂമുകളും കാണാനുണ്ട്. നമുക്ക് നേരെ കിച്ചണിലേക്ക് തന്നെ പോകാം. ഡൈനിങ്ങിൽ നിന്നും ഈ ഒരു എൻട്രൻസ് വഴി നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാം എൻട്രൻസിലൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള വർക്കുകളാണ് കിച്ചണിലേക്ക് പോകാനുള്ള ആ ഒരു എൻട്രൻസിൽ അവർ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ഓപ്പൺ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ ആണെങ്കിലും നിറയെ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് ഈ ഒരു എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. ഒരു ഓപ്പൺ കിച്ചൺ മോഡലിലാണ് കിച്ചൺ അവർ ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് കിച്ചൺ ക്യാബിനറ്റ്സ് നമുക്ക് നോക്കിയാൽ കാണാം നല്ലൊരു ബ്ലൂ ആൻഡ് വൈറ്റ് കളറിലുള്ള കോമ്പിനേഷനാണ് അവർ ഈ ഒരു കബോർഡുകൾക്കെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ ഈ ഒരു സ്ലാബ് വന്നിട്ട് ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ ധാരാളം ഓപ്പണിങ്സ് വരുന്നുണ്ട്. ഒരുപാട് എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് 2 പൈപ്പ് കണക്ഷനും സിങ്കും അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഈ ഒരു സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ ഒരു വൈറ്റ് കളറാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ റൂഫിലാണെങ്കിൽ നോക്കിയാൽ നമുക്ക് കാണാം നല്ല രീതിയിൽ തന്നെയാണ് വർക്കുകളൊക്കെ കൊടുത്തിട്ട് LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ അവർ ചെയ്തിരിക്കുന്നത്.
ഈ ഒരു കിച്ചന്റെ ഡോർ തുറന്ന് നമ്മൾ വരുന്നത് പുറത്തേക്കുള്ള സ്പേസ് ആണ്. നമുക്ക് വർക്ക് ഏരിയ ഒക്കെ ചെയ്യാനുള്ള സ്പേസ് ആണ്. ഇപ്പൊ അത് ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഒരു ചോയ്സ് അനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ വർക്ക് ഏരിയ ചെയ്തെടുക്കാം. ആ ഭാഗത്തുള്ള ഫ്ലോർ എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ബേബി മെറ്റലൊക്കെ വിരിച്ചിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. ഈ ഒരു വീട്ടിൽ 4 ബെഡ്റൂമുകളാണ് ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂമുകൾ താഴെയാണ് വരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു വാഷിംഗ് കൗണ്ടറിന്റെ ഫ്രണ്ടിലാണ്. ഇവിടെ നിന്ന് റൈറ്റിലും ലെഫ്റ്റിലും ആയിട്ടാണ് ബെഡ്റൂമുകൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം നോക്കാം. ബെഡ്റൂമുകളിലേക്ക് ഡോറുകളുടെ പാറ്റേൺ ഇതുപോലെ വൈറ്റ് കളർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡോർ തുറന്നു വരുന്ന സമയത്ത് അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് വരുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു വോളിൽ 2 സിംഗിൾ വിൻഡോസുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഈ ഒരു റൂമിന്റെ കോർണർ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഒരു വൈറ്റ് ആൻഡ് വുഡ് കളറുള്ള ഒരു ഇതാണ് ബേസ് ആയിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൂമിന്റെ മുകളിലൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മിനിമൽ വർക്കുകൾ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അവിടെയൊക്കെ LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുന്ന സമയത്ത് സെറയുടെയാണ് ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കളറിലെ കോമ്പിനേഷൻ വോളുകൾക്കും താഴെ വന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. നമ്മൾ വീണ്ടും ഡൈനിങ് സ്പേസിലേക്ക് വന്നു. ഇവിടെ നിന്നും ഈ ഒരു വാഷ് ബേസിന്റെ സൈഡിലൂടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമുകൾക്ക് തമ്മിൽ നല്ല ഗ്യാപ്പ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിനെ അപേക്ഷിച്ച് കുറച്ച് ചെറുതായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരുപാട് വിൻഡോസ് ഇതിന്റെ എല്ലാ ഭാഗങ്ങളിലും തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വാർഡ്രോബ് ഒരു ചെറിയ റൂം ചെറുതായതുകൊണ്ട് ഒരു ചെറിയ വാർഡ്രോബാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെയിം ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്തേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ളതും നല്ല കളർഫുൾ ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ വരുന്ന ഒരു ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ താഴത്തെ നിലയിലുള്ള 2 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കിനി മുകളിലേക്കുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മുകളിലേക്ക് നമ്മൾ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് കാണാം ഇതിന്റെ താഴെയുള്ള സ്റ്റെപ്പുകളെല്ലാം തന്നെ ഒരു ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പുകളുടെ ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബാറുകൾ ഇട്ടിട്ടാണ് മുകൾ ഭാഗം വരെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് കാണാം ഈ ഭാഗത്ത് ജാളി മോഡലിലുള്ള ഒരു ഓപ്പണിംഗ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടെ നിൽക്കുമ്പോൾ ഇത് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ടോപ്പ് എൻഡിൽ വരുന്ന ഡിസൈൻസും ആ ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം. അപ്പൊ ഇനി നമുക്ക് മുകളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വീടിന്റെ മുകളിലത്തെ നിലയിലാണ്. നേരെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുപോലെ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മുകളിലേക്ക് നോക്കിയാൽ കാണാം ഒരുപാട് റൂഫിൽ വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയായിട്ടാണ് ഈ ഒരു ഹാൾ അവർ മനോഹരമാക്കിയിരിക്കുന്നത്. നമ്മൾ അതുപോലെ തന്നെ ആ സ്റ്റെപ്പ് കയറി നേരെ വരുന്ന സമയത്ത് നമുക്ക് നോക്കുമ്പോൾ കാണാം സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫേസ് ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ റീഡിംഗ് ടേബിൾ ഫെസിലിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഒന്ന് പഠിക്കണമെങ്കിൽ നമുക്ക് ലാപ്ടോപ്പൊക്കെ വെച്ച് വർക്ക് ചെയ്യണമെങ്കിൽ നല്ലൊരു വർക്ക് സ്റ്റേഷൻ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. ഒരുപാട് കബോർഡുകളൊക്കെ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ ആ ഒരു വിൻഡോയുടെ അടുത്തായിട്ട് തന്നെ നമുക്കൊരു ഡോറ് കാണാം. അത് തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഒരു വലിയ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. ഒരുപാട് വലിയ സ്പേസ് ആണ് ഇവിടെ യൂട്ടിലിറ്റി ഏരിയയ്ക്കായിട്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ വയ്ക്കാനായിട്ട് ഈ ഒരു ഭാഗത്താണ് ആക്ച്വലി അറേഞ്ച്മെന്റ് വരുന്നത്. അപ്പം ഇത് റൂഫൊക്കെ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ബിൽഡറായിട്ട് സംസാരിച്ച് നമ്മളൊരു ചോയ്സ് അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാം മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യാണ്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാം നല്ല ഭംഗിയുള്ള ഗ്രീനിഷ് അറ്റ്മോസ്ഫിയറിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ഓരോ തവണയും വീഡിയോയിൽ നിങ്ങളോട് പറയാറുണ്ട് 2020 എന്ന് പറയുന്നത് വളരെ മനോഹരമായ സ്ഥലമാണ്. നമുക്ക് താമസിക്കാനൊക്കെ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പൊ ഇവിടെ ഇതുപോലുള്ളൊരു വീട് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ലക്കാണ്. അപ്പം ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാനായിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക. അപ്പൊ ഈ ഹാള് നിങ്ങൾ കണ്ടു, ഇങ്ങനെ നല്ല നീണ്ടു നിവർന്ന ലെങ്ത് ആയിട്ടാണ് കിടക്കുന്നത്. അവിടെ ഒരു റീഡിംഗ് ടേബിൾ നമ്മൾ കണ്ടു. അതിന്റെ അടുത്തായിട്ടാണ് മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂം വരുന്നത്.
ഈ ഒരു ബെഡ്റൂം നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഈ ഭാഗത്ത് 3 വിൻഡോസും ഈ കാണുന്ന വോളില് 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു വലിയ വാർഡ്രോബ് അവർ ചെയ്തിരിക്കുന്നത്. റൂമിന്റെ വലിപ്പത്തിനനുസരിച്ച് തന്നെ വലിയൊരു വാർഡ്രോബാണ്. ഒരു വൈറ്റ് കളറിലുള്ള മെറ്റീരിയൽ ആണ് അവരവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലൊക്കെ ആണെങ്കിലും ഒരുപാട് ലൈറ്റ് ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലുള്ള ഫിനിഷോട് കൂടി ചെറിയൊരു ഡിസൈൻ ഒക്കെ വരുന്ന ടൈലാണ് ബാത്റൂമിനായിട്ട് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി വരുന്നത് നമുക്കിനി ഇവിടുത്തെ അടുത്ത ബെഡ്റൂമുകളാണ് കാണാൻ പറ്റുന്നത്. താഴെയാണെങ്കിലും മുകളിലാണെങ്കിലും ബെഡ്റൂമുകൾ തമ്മിൽ നല്ല ഗ്യാപ്പ് ഇട്ടിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂം ഒരു പൊടിക്ക് ചെറുതായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ധാരാളം ഓപ്പണിങ്സ് നമുക്ക് ഇവിടെ കാണാം. ഒരുപാട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ വാർഡ്രോബ് ഒക്കെ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് 3 ഡോറുകളായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മുകളിലാണെങ്കിലും അത്യാവശ്യത്തിലുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ട് മിനിമൽ വർക്കുകളാണ് എല്ലായിടത്തും ചെയ്തിരിക്കുന്നത്. ഒരുപാടൊന്നും മാറി വലിച്ച് ചെയ്യാതെ അത്യാവശ്യത്തിലുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിനകത്തേക്ക് നോക്കുമ്പോഴും ഫ്ലോറിലൊക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വോളിൽ വന്നിട്ടാണെങ്കിലും ഒരു വൈറ്റ് ആൻഡ് ആഷ് കളറിലെ ഡിസൈനോട് കൂടിയ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ 4 ബെഡ്റൂമുകൾ ടോട്ടൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ വീണ്ടും ഈ ഒരു ഹാളിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്കിനി കാണാനുള്ളത് ബാൽക്കണി സ്പേസ് ആണ്. ബാൽക്കണിയിലേക്കൊക്കെ പോകുന്ന വഴിക്ക് റൂഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിലുള്ള വർക്കുകളൊക്കെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. നമ്മൾ ബാൽക്കണിയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഹാൻഡ് റെയിൽസ് ഒക്കെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാൽക്കണി കംപ്ലീറ്റ് ആയിട്ട് ടഫ് ആൻഡ് ഗ്ലാസ് ഇട്ടിട്ടാണ് അവർ കവർ ചെയ്തിരിക്കുന്നത്. ബാൽക്കണിയുടെ മുകളിലൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ വർക്കുകളൊക്കെ കൊടുത്തിട്ട് ഒരുപാട് LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ഏരിയ അവർ ഭംഗിയാക്കിയിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് നോക്കിയാൽ കാണാം ഫ്രണ്ടിലൊക്കെ ധാരാളം പ്ലോട്ട് വൈസ് ആയിട്ടൊക്കെ തിരിച്ചിട്ടിട്ടുണ്ട്. അവിടെയൊക്കെ ഇനിയും ഒരുപാട് വീടുകൾ നമുക്ക് വരാനുള്ളതാണ്. നല്ല ഒരു ഭംഗിയുള്ളൊരു വില്ല പ്രൊജക്റ്റ് ആയിട്ട് ഇത് ഏകദേശം ഒരു 6-7 മാസങ്ങൾക്കുള്ളിൽ മാറാൻ പോകുന്ന ഒരു ഏരിയ കൂടിയാണ്. നമുക്ക് ഏറ്റവും എടുത്തവരുടെ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മെയിൻ റോഡിൽ നിന്നും വെറും 200 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന സ്ഥലത്തേക്കുള്ള ദൂരം. അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെട്ട ഈ ഒരു വീട് നമ്മളോട് 5ഓളം വില്ലകളാണ് ഇവിടെ സെയിലിനായിട്ടുള്ളത്. 5ാമത്തെ വീട് മാത്രം ഒരു കുറഞ്ഞ ബഡ്ജറ്റാണ്. അതിന് 3 ബെഡ്റൂമാണ്. ബാക്കിയുള്ള 4 വീടുകളും വന്നിട്ട് നമുക്ക് 4 ബെഡ്റൂമിന്റെയാണ് ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് വർക്കുകളൊക്കെ ഫിനിഷ് ആയതാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ വീടെന്ന് പറയുന്നത് അത് 4.8 സെന്റ് 4.8 സെന്റ് ലാൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 1850 ആണ് സ്ക്വയർ ഫീറ്റ് വരുന്നത്. 4 BHK ആണ്. 2 വെഹിക്കിൾസിന് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഈ വില്ലകളിലെല്ലാം തന്നെ നമുക്ക് വെൽ വാട്ടർ ആൻഡ് ഓൾസോ ഇവിടുത്തെ KW ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ ആണ്. ഇതിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് 75 lakhs ആണ്. അത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഈ വീട് ഉദ്ദേശിക്കുന്ന വില 75 ലക്ഷം രൂപ എന്നുള്ളത് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. ഇതിന് തൊട്ടടുത്തൊക്കെ ആയിട്ട് കിടക്കുന്നത് നമുക്ക് വന്നിട്ട് ലാൻഡ് എല്ലാം തന്നെ ഏകദേശം സെയിം ആണ്. 4.8 സെന്റ് ഒക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ സ്ക്വയർ ഫീറ്റുകളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. 2100, 1950 അങ്ങനെയുള്ള പല ലാൻഡ് അളവ് പല സ്ക്വയർ ഫീറ്റുകളിലായിട്ടാണ് ഈ കാണുന്ന വീടുകൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പ്രൈസ് ഇപ്പൊ നമ്മൾ ഈ പരിചയപ്പെട്ട വീടിന് വരുന്ന പ്രൈസ് 75 lakhs ആണ്. തൊട്ടടുത്ത് കിടക്കുന്ന വിലയ്ക്ക് 76 ആണ്. അതിന് തൊട്ടടുത്ത് വരുന്നത് സ്ക്വയർ ഫീറ്റ് കൂടിയതാണ്. അതിന് 80 lakhs ആണ് വരുന്നത്. ഫൈനലി അവിടെ ഒരു 5th വില്ല പണി പൂർത്തിയായി വരുന്നുണ്ട്. അത് മാത്രം 3 BHK ആണ്. അതിന്റെ പ്രൈസ് നമുക്ക് ഇതിലും കുറഞ്ഞ രീതിയിൽ തന്നെ കിട്ടുന്നതാണ്. അതിന്റെ പ്രൈസ് ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല. എനിവേ നമുക്ക് നല്ലൊരു റേറ്റിൽ തന്നെ ആയിരിക്കാം ആ വില്ലയും എക്സ്പെക്ട് ചെയ്യാവുന്നത്. അപ്പോൾ ഇത്രയും സൗകര്യങ്ങളോട് കൂടിയ ഈ ഭംഗിയുള്ള വീടുകൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. അടുത്തൊരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.